ഹായ് എവ്രി വൺ, വെൽക്കം ടു റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വേറൊന്നുമല്ല, കടല ഉലർത്തിയതാണ്. അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, കടല ഉലർത്തിയതിൽ എന്താണ് പ്രത്യേകത എന്നല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ കടല ഉലർത്തി എടുക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കക്കരച്ചി ഒന്ന് ഉലർത്തി എടുത്തതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഇടയ്ക്കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കിടിലൻ കടല ഉലർത്തിയത് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പം നമ്മുടെ കടല ഉലർത്തിയത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കടല ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കടല എന്ന് പറയുമ്പോൾ 250 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 6 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയാണേ. അപ്പം നിങ്ങൾക്കിപ്പം കുതിർക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ കുഴപ്പമില്ല, ഒരു ചൂടുവെള്ളത്തിലുണ്ടല്ലോ നമ്മുടെ കടലേനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പം കഴിവതും കുതിർത്ത് വെക്കാൻ ശ്രമിക്കുക. അതിനാണ് നമ്മുടെ ഏറ്റവും രുചിയായുള്ള കടല. കറിയാണെങ്കിലും ഉലർത്തിയതാണെങ്കിലും രുചിക്ക് കൂടുതൽ വരണമെങ്കിൽ കുതിർത്ത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എങ്കിൽ ഇതുപോലെ 5 മിനിറ്റ് ചൂടുവെള്ളത്തിലൊന്ന് അടച്ചു വെച്ചാൽ മതിയാവേ. അപ്പം ഞാൻ കടല 250 ഗ്രാം നമ്മുടെ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് നമ്മുടെ സവാളയാണ്. അപ്പോൾ സവാള ഞാനിവിടെ ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. കാര്യം മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് എരിവായാലോ, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് തക്കാളിയാണ്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി ആണെങ്കിൽ ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയായിരുന്നേ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തക്കാളിയെ ചേർക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ പുളിപ്പനുസരിച്ച്, തക്കാളിയുടെ പുളി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസം വരുത്താം. അപ്പം ഒരെണ്ണോടെ വേണേൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒരെണ്ണേ ചേർത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഉലർത്തുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മുളക് പൊടിയാണ്. അപ്പം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം, കുഴപ്പമില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഗരം മസാലയാണ്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, ഗരം മസാല വീട്ടിൽ പൊടിച്ചെടുത്ത നമ്മുടെ ഗരം മസാലയാണ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം ഓരോരുത്തരുടെ കടലയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച് കുറച്ചൊക്കെ വെള്ളത്തിന് വ്യത്യാസം വരുമായിരിക്കും. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കണ്ട, കാരണം നമ്മൾ ചാറ് കറിയായിട്ടല്ലല്ലോ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം പരുവ് അനുസരിച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 തൊട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വാങ്ങുന്ന കടലയുടെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് കറക്റ്റാണിത്. അപ്പം ഞാൻ 1.5 ഗ്ലാസ്, ഒരു കപ്പിന് 1.5 ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം വെള്ളമൊന്നും കാണത്തില്ല, കടല നന്നായിട്ട് വേവുകയും ചെയ്യും എന്നുള്ള രീതിക്കാണ്. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കടലയും എല്ലാം ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം എനിക്ക് ഒരു 4 വിസിൽ മതിയാവും നമ്മുടെ കടല വെന്ത് കിട്ടാനായിട്ട്. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ കുക്കർ തുറന്നപ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, കറക്റ്റ് കടലയൊക്കെ നല്ല വെന്ത് നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. കാണിക്കാം, ഇത് കണ്ടോ കുറച്ച് അടിയിലത് ഇച്ചിരി കുറച്ചൊരു ചാരേ ഉള്ളൂ, ബാക്കി ഫുള്ള് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ, നമ്മുടെ വെള്ളം കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കടലയും നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം. അപ്പോൾ നമുക്കിനി ആ സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കടല ഉലർത്തിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ചേർത്തില്ലല്ലോ, അപ്പം നമ്മൾ ഈ സമയത്താണ് എണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയുള്ളി, അതുപോലെ കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് സവാളയും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുള്ളി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം ചെറുള്ളി ഇല്ലാത്തവരാണെങ്കിൽ സവാള മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 ചേർത്തിട്ടുണ്ട്, ഒരു 8 നമ്മുടെ ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സവാളയും ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിച്ചെടുത്ത സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളിക്കകത്തോട്ടൂടെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് ചേർക്കണ്ട, കാരണം എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ഉപ്പായി പോകും. അപ്പൊ അതനുസരിച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് ചേർത്തേക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിന്റെ ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പീരൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ തേങ്ങാ കൊത്തിന് പകരം ചേർക്കുന്നത് നമ്മുടെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുവാണേ. അപ്പം ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ 1/4 കപ്പ് നമ്മുടെ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉള്ളിയും നമ്മുടെ തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം തേങ്ങ ഒരുപാട് അങ്ങ് മൂക്കൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു പരുവായി കഴിയുമ്പോൾ കണ്ടോ, അപ്പം ഇതെല്ലാം വിട്ട് തേങ്ങ കുഴഞ്ഞിരിക്കാതെ ഒന്ന് വിട്ട് വിട്ട് കിടക്കുന്ന പരുവായി കഴിയുമ്പോൾ നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി. അപ്പോൾ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, എന്നാലും ആ ഉള്ള വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കടല ഉലർത്തി ഇതിൽ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കടല ഉലർത്തിയത്? അടിപൊളിയായിട്ടില്ലേ? ഒട്ടും സമയമൊന്നും കളയാതെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലല്ലേ. അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പോൾ അപ്പം ആണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തി ആണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വേണമെങ്കിലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.